ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നേഹാരം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരികളായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. നാലമ്പല ദർശനത്തിന് പോകാം കേട്ടോ. ചേച്ചിയുണ്ട്, ചേച്ചിയുടെ അമ്മയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത് രാമസ്വാമി ക്ഷേത്രത്തിലേക്ക് കേട്ടോ. രാമപുരത്താണ്, നമ്മളെ മലപ്പുറം ജില്ലയിലെ രാമപുരത്താണ് കേട്ടോ. അപ്പോൾ നല്ല മഴയുള്ളൊരു ദിവസം കൂടിയായിരുന്നേ. അപ്പോൾ ഇതാ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ നേരെ രാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഓരോ കച്ചവടക്കാരും ഇതൊക്കെ ഉണ്ട്. നല്ല മഴയൊക്കെ ഉണ്ട്. ഞങ്ങൾ വഴിപാടൊക്കെ അവിടുന്ന് ചേച്ചി എഴുതി ഷീട്ടാക്കി ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കേട്ടോ. അവിടെ ചെന്നപ്പോൾ നട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുറത്തിങ്ങനെ നിന്ന് അവിടെ അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് നമ്മുടെ അമ്പും വില്ലും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പും വില്ലും ഇത് വഴിപാടും ചെയ്ത് ഞങ്ങൾ അമ്മയുടെ പേരിൽ ഞങ്ങൾ ഒരു ഇതും ചെയ്ത് അമ്പും വില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ കയറി തൊഴുതൊക്കെ ചെയ്തിട്ടോ. ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ അടുത്തത് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് കേട്ടോ. അങ്ങനെ അയോധ്യ ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെയും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെയാണ് പോയിട്ടുള്ളത്, കാരണം ഞങ്ങൾക്ക് തിരിച്ച് താന്നൂരിലേക്ക് പോരണം. ഏട്ടന് ഓഫീസുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എല്ലാ അമ്പലത്തിലും പെട്ടെന്ന് പോയി വന്നതാണ്. നല്ല അടിപൊളി പുഴയൊക്കെ കണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്തിട്ട് ഇതാ റോഡിൻ്റെ രണ്ട് സൈഡിലും പാടം കേട്ടോ. നല്ല നെൽകൃഷിയൊക്കെ ചെയ്യുന്ന പാടാണ്. പിന്നെ ഇവിടെ ഈ സ്പോട്ടിൽ നല്ല അടിപൊളി സ്പോട്ടാണ്, പറയാതിരിക്കാൻ വയ്യ. കാരണം ഇതിന് നടുവിലൊരു ചായക്കടയൊക്കെ ഉണ്ട്. ഈ ചായക്കട നല്ല തിരക്കാട്ടോ. ഇവിടെ എപ്പോഴും ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഈ കടയിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് അവിടുന്ന് ചായ കുടിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു വൈബുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭരതസ്വാമി ക്ഷേത്രത്തിൽ കരിഞ്ചിപ്പാടം അവിടെയായിട്ട് പോയത്. ഞങ്ങൾ അധികം വീഡിയോ ഒന്നും ഇവിടുന്ന് എടുത്തിട്ടില്ല. ചെറിയ ചെറിയ ഷോർട്ട് കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉള്ളിൽ ദർശനം ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ശത്രുഘ്ന ക്ഷേത്രത്തിൽ പോയിട്ടോ. നാറാണത്ത് അങ്ങനെ അവിടെയും പോയി തൊഴുത് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിട്ടോ. കാരണം ഞങ്ങൾക്ക് തിരിച്ച് പോരാനുള്ള കാരണമാണ് ഒന്നാമത്. പെട്ടെന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് നാലമ്പല ദർശനം നടത്തുന്നത് തന്നെ. അങ്ങനെ ഈ നാലമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഫസ്റ്റ് പോയ രാമസ്വാമി ക്ഷേത്രത്തിൽ വരണം കേട്ടോ. എന്നാലേ നമ്മൾ ഈ നാലമ്പല ദർശനം പൂർത്തിയാവുള്ളൂ എന്ന് പറയാം. ഞങ്ങൾ അവിടെയും ചെന്ന് ഒന്ന് പുറത്തുനിന്ന് തൊഴുത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. നല്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നത്. വളരെ ഹാപ്പിയാണ്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 10-11 വർഷം. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഈ നാലമ്പല ദർശനത്തിന് പോകാൻ പറ്റിയിട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ബായ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.